സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെ 5 ജില്ലകളിൽ റെഡ് അലർട്ട്, മറ്റന്നാൾ 11 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മഴക്കെടുതി ചർച്ച ചെയ്യാൻ ഇന്ന് സർക്കാർ യോഗം ചേരും. അതേസമയം 3950-ലധികം ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ദുർബലമായ പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. NDRFന്റെ പുതിയ 9 ടീമുകൾ കൂടി ജൂൺ 1 മുതൽ കേരളത്തിലെത്തുമെന്നും മന്ത്രി അറിയിച്ചു. 1950 ക്യാമ്പുകളിലായി 5,29,539 പേരെ വരെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാവുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ കളക്ടർമാർക്ക് ഓരോ കോടി രൂപ വീതം ഇന്ന് പ്രത്യേകമായിട്ടുള്ള ദുരന്ത നിവാരണ പ്രക്രിയയ്ക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. NDRFന്റെ 2 ടീമാണിപ്പോൾ കേരളത്തിലുള്ളത്. ജൂൺ 1-ാം തീയതിയോടുകൂടി 9 ടീമുകൾ, പുതിയ 7 ടീമുകൾ കൂടി വന്നാൽ 9 NDRFന്റെ ടീം ജൂൺ 1 മുതൽ നമുക്ക് ഏത് ഘട്ടത്തിലും ഉപയോഗിക്കുന്നതിന് വേണ്ടി സജ്ജമാകും. മാനസയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി മാനസ, അതായത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു, അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. 5 ലക്ഷത്തിലധികം ആളുകൾക്ക് താമസിക്കാൻ അല്ലെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ജില്ലകളിലും മുന്നൊരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മന്ത്രി പറയുകയാണ്. മാനസ, വിവരങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും സംസ്ഥാനത്ത് തയ്യാറായി കഴിഞ്ഞു എന്ന മുന്നറിയിപ്പ് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും നിലവിൽ അതിതീവ്ര മഴ സാധ്യത തന്നെയാണ് സംസ്ഥാനത്ത് അറിയിച്ചിട്ടുള്ളത്. വരുന്ന 10 ദിവസം ഏത് സാഹചര്യത്തിലും മഴയെ പ്രതീക്ഷിക്കാം എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മാത്രമല്ല, അറബിക്കടലിൽ വീണ്ടും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയും കണക്കിലെടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്തിനായി നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പാലിക്കേണ്ടത്, അതായത് അലർട്ടുകളെ വെറും അലർട്ടുകൾ മാത്രമായി കാണാതെ പൊതു ജാഗ്രത വേണം എന്ന മുന്നറിയിപ്പാണ് മന്ത്രി നൽകുന്നത്. അതോടൊപ്പം തന്നെയാണ് നിലവിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു മഴ ശക്തമായ രീതിയിൽ തുടരുകയാണെങ്കിൽ ഇത്തരത്തിൽ അതായത് താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവർക്ക് മാറി താമസിക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ താമസിപ്പിക്കാനുള്ള എല്ലാ ക്യാമ്പുകളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതായത് 3950-ലധികം ക്യാമ്പുകളിലായി 5 ലക്ഷത്തിൽ പരം ആളുകളെ താമസിപ്പിക്കാനുള്ള ക്യാമ്പുകൾ സംസ്ഥാനത്ത് സജ്ജമാണ് എന്ന മുന്നറിയിപ്പാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ദുർബലമായ പ്രദേശങ്ങൾ, അപകട സാധ്യതാ മേഖലകൾ എല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനുള്ള എല്ലാ നിർദ്ദേശവും ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിയുള്ള യോഗമായിരുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷമായിരുന്നു മന്ത്രി മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെയും പറഞ്ഞത്. ഒപ്പം തന്നെയാണ് ഏത് ദുരന്ത സാഹചര്യത്തെയും നേരിടാൻ സംസ്ഥാനം സജ്ജമാണ്. വരുന്ന 10 ദിവസം അതിതീവ്ര മഴയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എല്ലാ സേനയെയും സജ്ജം ആണ് എന്ന ഉറപ്പ് സർക്കാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി NDRFന്റെ പുതിയ 9 ടീമുകൾ കൂടി ജൂൺ 1 സംസ്ഥാനത്ത് കേരളത്തിലെത്തും എന്ന അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ക്യാമ്പുകളിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളടക്കം തുടങ്ങാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. 100 ഇടങ്ങളിലായി കവചം പ്രവർത്തിക്കുന്നുണ്ട്. കവചങ്ങളിൽ ഒരു സൈറൺ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തനം ഇല്ലാതെ ഉള്ളത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സൈറണും മുഴങ്ങുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ അല്പസമയം മുൻപ് വന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം പറയുന്നത് ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ടും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ്. ഈ സാഹചര്യത്തിൽ വൈകുന്നേരം 3:30-ന് ഈ ജില്ലകളിലൊക്കെയും തന്നെ കവചത്തിൻ്റെ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള സൈറൺ മുഴങ്ങും എന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ ജാഗ്രതയോടെ തന്നെ ഇരിക്കണം എന്ന അറിയിപ്പാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെയാണ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം. കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നത് ശ്രദ്ധിച്ചു വേണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ അറബിക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായതിൻ്റെ സാഹചര്യത്തിലാണ് കാലവർഷം കേരളത്തിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും നല്ല രീതിയിലുള്ള മഴയാണ്. സംസ്ഥാനത്തുടനീളം വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലും വിവിധ ഇടങ്ങളിലായി മരങ്ങൾ കടപുഴകി വീഴുന്ന സ്ഥിതിയുണ്ടായിരുന്നു.
ഈ ഒരു സാഹചര്യത്തിൽ KSEBയുടെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പൊതുനിരത്തുകളിൽ മരം ഒക്കെ വീഴുകയും ഒപ്പം തന്നെ KSEB പോസ്റ്റുകൾ തകരുന്ന സ്ഥിതി, ഇതൊക്കെയും തന്നെ മുന്നേ റിപ്പോർട്ട്, അതായത് കാണുന്ന ആളുകൾ, പൊതുജനങ്ങൾ ഈ KSEBയെ അറിയിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSEBയും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അതുമാത്രം അല്ലാതെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന മുന്നറിയിപ്പാണ് സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത്. ശരി മാനസ.